നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നമ്മുടെ മലയാളികളാണെങ്കിലും മറ്റ് ഇന്ത്യൻസ് ആണെങ്കിലും PR എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്, കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക്. പക്ഷേ ഈ PR എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ആംസ്റ്ററിൻ്റെ കോട്ടയം ബ്രാഞ്ചിൽ വന്നിരിക്കുകയാണ്. ഇവരുടെ GMO ആയിട്ട് സംസാരിക്കാം. പുള്ളി പറയട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, ശരിക്കും PR കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലാണ് കറക്റ്റായിട്ട് PRന് പോകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. വാ. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ GMന്റെ അടുത്ത് വന്നു. അജു ആണ്. അജു നമസ്കാരം. ഫൈൻ. ഹൗ ആർ യു? ഗുഡ്. അപ്പോൾ അജുവിനോട് ചോദിക്കണം ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ PRൻ്റെ കാര്യങ്ങളും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ആംസ്റ്റർ എന്ന് പറയുന്നത് PR ഏജൻസി ആണോ അതോ സ്റ്റഡി അബ്രോഡ് ആണോ, എന്താ ഇത് ക്ലിയർ ആയിട്ടൊരു പിക്ചർ? ആംസ്റ്റർ ഒരു സെറ്റിൽമെൻറ്റ് കമ്പനിയാണ്. പ്രധാനമായും കാനഡയിലേക്ക് മലയാളി പ്രൊഫഷണൽസിനെ സെറ്റിൽ ചെയ്യുന്ന ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ് ആംസ്റ്റർ. നമ്മുടെ കമ്പനിയുടെ ആരംഭം മുതൽ നമ്മുടെ മോട്ടോയും നമ്മുടെ പ്രോസസ്സും അതിനുവേണ്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ശരിക്കും സ്റ്റഡി അബ്രോഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട്? സീരിയസ് ആയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കും, ക്ലിയർ ആയിട്ട് അത് ഞാൻ പറഞ്ഞു തരാം. ശരിക്കും പറഞ്ഞാൽ കാനഡയെക്കുറിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ചൊരു മാധ്യമങ്ങളിൽ വിഷയം ചർച്ച ഒക്കെ ആയിട്ട് പോവാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ആദ്യം നമ്മുടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ഇഷ്യൂസിനെ പറ്റിയായിരുന്നു ചർച്ച. അപ്പം അന്നേരം പറയുന്നത് ഇനിയും ഇന്ത്യക്കാരെ കേട്ടില്ലെന്ന് പറഞ്ഞ വാർത്ത വന്നു. അത് തീർന്നപ്പോൾ അടുത്ത ടോപ്പിക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ചക്കക്കൊമ്പനൊക്കെ വന്നത്. അപ്പോൾ ആ വാർത്ത തീർന്നു. അതിനുശേഷം പുതിയ വാർത്ത വന്നു, കാനഡയിൽ ഇനി ആളെ കയറ്റുന്നില്ല എന്നുള്ളത്. സീരിയസ്ലി അതിനകത്ത് വാസ്തവമുണ്ട്, ഇല്ലെന്നൊരിക്കലും ഞാൻ പറയുന്നത്. ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന വാർത്തയും കറക്റ്റ് തന്നെയാണ്. അവർ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റഡി വിസയാണ്. 2024 സീരിയസ് ആയിട്ട് കാനഡയ്ക്കൊരു ഇമിഗ്രേഷൻ പ്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഒരു ലിമിറ്റേഷൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. അതിൽ പ്രധാനമായും എക്സാമ്പിൾ പറഞ്ഞ് 2023 5 ലക്ഷത്തോളം സ്റ്റുഡൻസിന് വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു 35% കട്ട് ഷോട്ട് ചെയ്യാൻ പോകുന്നതാണ് മിസ്റ്റർ മില്ലർ, ദ ഇമിഗ്രേഷൻ മിനിസ്റ്റർ, ഓൾറെഡി അനൗൺസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഏകദേശം ഒരു 36,000-35,000 പേർക്ക് ഇനിയും സ്റ്റുഡൻറ്റ് വിസ കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ നല്ലൊരു ശതമാനം മലയാളി സ്റ്റുഡൻസിന് വിസ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു കാര്യം. ഞാൻ അതിനെല്ലാം കൂടെ ഒരു ഷോർട്ടായിട്ട് പറയാം. ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള വാർത്ത തന്നെയാണ്. അവർ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഈ വാർത്ത അതേപോലെ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ഇനിയും ഇപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് ആണ് ഈ ക്യൂബക് ഒഴിച്ചുള്ള പ്രൊവിൻസിലേക്ക് സ്റ്റഡി വിസ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനി മുതൽ ഈ പറയുന്ന പ്രൊവിൻസുകൾ ഒരു അറ്റസ്റ്റേഷൻ ലെറ്റർ ഓരോ സ്റ്റുഡൻറ്റിനും കൊടുക്കും. മേ ബി അതിനുവേണ്ടി ഇൻ്റർവ്യൂ ഉണ്ടാവാം. ഇതൊന്നും ഒരു കൃത്യമായ ധാരണ വന്നിട്ടില്ല. ഇത് മാർച്ച് വരെ സമയം കൊടുത്തിരിക്കുകയാണ്, മാർച്ച് ലാസ്റ്റ് വരെ. അതിനുള്ളിൽ ഓരോ പ്രൊവിൻസിനും ഓരോ ഓപ്ഷൻസ് കൊണ്ടുവരും ഈ പറയുന്ന അറ്റസ്റ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി. ക്യൂബക്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനി ഓരോ പ്രൊവിൻസിനും ഓരോ നിയമങ്ങളായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഓരോ കോളേജിനും കോട്ടാസ് അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത്ര നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിനെ മാക്സിമം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നവിടെ ഇഷ്യൂസ് കൂടുന്നു, അക്കോമഡേഷൻ പ്രോബ്ലം, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പല പ്രൊവിൻസുകളും ന്യൂയിസൻസ് ആവുന്നു, ഒൻറ്റാരിയോ പോലുള്ള പ്രൊവിൻസിൽ ഓവർ പോപ്പുലേറ്റഡ് ആവുന്നു എന്നൊക്കെ വാർത്തകളാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അവിടെ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ശരിയായ കാര്യങ്ങളും ഉണ്ട്. സ്റ്റുഡൻ്റായിട്ട് പോകുന്നവർക്കാണോ ഇപ്പം മെയിൻലി പ്രോബ്ലംസ് ഉള്ളത്, അതോ ഡയറക്റ്റ് PR എടുത്ത് അങ്ങനെ പോകുന്നില്ലേ ആൾക്കാർ? PR എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്കാണ് സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രൊസീജിയർ കുറച്ച് ഫാസ്റ്റ് ഇൻടേക്ക് ബേസ് ആയതുകൊണ്ടും കൈ കാശുള്ളവനൊക്കെ പോകാൻ പറ്റുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് സ്റ്റഡി വിസ എന്നൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. ഇപ്പം ഇവൻ +2 കഴിഞ്ഞൊരാൾക്ക് വേറെ ഒരു എക്സ്പീരിയൻസും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും കാനഡയിലേക്ക് മൂവ് ചെയ്യാം. ശരിക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? അതുകൊണ്ട് അങ്ങനെ പോകുന്നവരിൽ ഒരു കണക്ക് പ്രകാരം, കാനഡയുടെ ഒരു സർവേ പ്രകാരം, ഒരു സ്റ്റാറ്റിക്സ് പറയുന്നത് ഏകദേശം 30% അങ്ങനെ പോകുന്നവർക്കേ PR കിട്ടും എന്നുള്ളതാണ് ഒഫീഷ്യൽ ഗവൺമെൻറ് പറയുന്നത്. അത് ഒഫീഷ്യലി പറയുന്നതാണ്.
അപ്പം അങ്ങനെയുള്ളവർ പോകുന്നവർ ശ്രദ്ധിക്കുക, അവരെടുക്കുന്ന കോഴ്സുകൾ വളരെ നല്ല കോഴ്സുകൾ എടുക്കുക. ആ കോഴ്സ് എടുത്താൽ ഭാവിയിൽ അവിടെ ജോലി കിട്ടുമെന്നുള്ള പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവർക്ക് പെർമനന്റ് റെസിഡൻസി കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെയോ പ്രൊവിൻഷ്യൽ നോമിനേഷനിലൂടെയോ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ പ്രോഗ്രാം ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സെൽഫ് റിസർച്ച് വേണം. ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ അവിടെ ജോലി കണ്ടെത്തുന്ന അവിടെ ഒരു ആത്മവിശ്വാസം വേണം. അത്യാവശ്യം ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കി പോകണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, കമ്മ്യൂണിറ്റികളുമായിട്ട് ബന്ധം ഉണ്ടാവണം. അത്യാവശ്യം നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ജീവിച്ചാൽ ഉറപ്പായും ഈ +2 കഴിഞ്ഞവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓർമ്മയിൽ വേണം. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി അബ്രോഡും ചെയ്യുന്നുണ്ട്. അത് ഈ സെലക്ട് അത് നമുക്കൊരു പെർമനന്റ് റെസിഡൻസി ഈ ക്ലയൻറ്റിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പ്രൊഫൈലിൽ ഞങ്ങൾ വേറൊരു കൺസൾട്ടൻസിയും കൊടുക്കില്ല. നമ്മൾ എടുത്തിരിക്കും, നമ്മൾ അവരെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അവസാനം വരെ വിസ സക്സസ് ആകുന്നിടം വരെയും അവിടെ ലാൻഡ് ചെയ്യുന്നിടം വരെയും PR കിട്ടുന്നിടം വരെയും ഞങ്ങൾ ഒപ്പമുണ്ട്. പക്ഷേ ഈ കാറ്റഗറിയിൽ പെടുന്ന ക്ലയൻസോ അല്ലെങ്കിൽ നമുക്ക് ധാരാളം വേറെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അവിടെ നോക്കാൻ പറയും. അപ്പം ഞാൻ സ്റ്റഡിയുടെ കേസ് പറഞ്ഞ 2-3 പോയിന്റൂടെ പ്രധാനപ്പെട്ട പോയിന്റൂടെ പറഞ്ഞു പോകാം. ഒന്നും ഈ മുമ്പേ പറഞ്ഞ കുറേ റെസ്ട്രിക്ഷൻ, ഈ പ്രൊവിൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ്, അറ്റസ്റ്റേഷൻ ലെറ്റേഴ്സ് വരും. അതോടൊപ്പം തന്നെ അവിടെ പ്രൈവറ്റ് പബ്ലിക് കോളേജുകളുടെ ഒരു ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു, പബ്ലിക് പ്രൈവറ്റ് കോളേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുവഴി പോകുന്ന ആളുകൾക്ക് ഇനി പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല എന്നൊരു നയം കൂടെ ഇതിൻ്റെ കൂടെ അവർ പാസ്സാക്കിയിട്ടുണ്ട്. നേരത്തെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, അതായത് പഠിച്ച് 2 വർഷം പഠിക്കുന്നവർക്ക് അടുത്ത 3 വർഷം വരെ അവിടെ ജോലി ചെയ്യാവുന്ന പെർമിറ്റിൻ്റെ പേരാണ് PSWP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ലെന്നുള്ള നിയമം അവർ കൊണ്ടുവരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിങ്ങൾ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ട പ്രൈവറ്റ് പബ്ലിക് ആണെങ്കിൽ പോലും അവർ ഇനിയും ഈ പറയുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. നിങ്ങൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ സെലക്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യും. ഇനി വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടും. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള 3 വർഷം അവിടെ ഈ പറയുന്ന പെർമിറ്റ് കിട്ടൂ എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏത് കോഴ്സ് പഠിക്കാൻ 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പോകുന്നവർക്കും സ്പൗസിനെ കൂടെ കൊണ്ടുവരുന്നു. ഇനി അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവാണ്. പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കുട്ടികളെയോ വൈഫോ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാർട്ട്ണറെയോ ഒന്നും കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഇനി മുതൽ ഉണ്ടാവില്ല എന്നൊരു നയം കൂടെ മിസ്റ്റർ മില്ലർ അനൗൺസ് ചെയ്തു. ഇനി മുതൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നവർ, അതേപോലെ പിന്നെ ലോ പോലുള്ള കോഴ്സുകൾ, മെഡിക്കൽ പ്രോഗ്രാമുകൾ, PhD തുടങ്ങിയ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ സ്പൗസിനുമായി ഒപ്പം പോകാൻ സാധ്യതയുള്ളൂ. അപ്പം ഇത് നിയമം വരുന്നത് ആക്ച്വലി അടുത്ത മാർച്ച് മുതൽ സെപ്റ്റംബർ ഇൻടേക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് 2024. പക്ഷേ അതിന് മുമ്പ് അവർ മുഴുവൻ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് കുറച്ച് കാലത്തേക്ക് സ്റ്റുഡൻറ്റ് വിസ സ്റ്റോപ്പ് ചെയ്തേക്കാണ് കാനഡയിൽ. കുറച്ച് കാലത്തേക്ക് സ്റ്റുഡൻറ്റ് വിസ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഇനി എടുക്കുള്ളൂ. ഇതിൻ്റെ കാരണങ്ങൾ നോക്കുവാണെങ്കിൽ ഒത്തിരി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. കുറേ ഈ പറയുന്ന ന്യൂസ് മാത്രമല്ല, അവരൊന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്ന ആളുകൾക്ക് നല്ലതാണ്. ഈ കയ്യിൽ കാശുണ്ടെങ്കിൽ കാനഡയിൽ പോകാമെന്നൊരു സിസ്റ്റമല്ല. ഞാൻ അവിടെ പോവും, ഞാൻ ജോബ് സെർച്ച് ചെയ്യും, ജോലി കണ്ടെത്തും, നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ ഇനി അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് ഈ ഗവൺമെൻറ് ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദുബായിലൊക്കെ പോകുന്നവർ ചിലപ്പം വിസിറ്റ് വിസ എടുത്തിട്ട് അവിടെ പോകും, എന്നിട്ട് ജോബ് അന്വേഷിക്കും. ജോബ് കിട്ടി കഴിയുമ്പോഴത്തേന് അവർ വർക്ക് പെർമിറ്റിലേക്ക് മാറുമോ അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് വിസയിലേക്ക് മാറുമോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ കാനഡയിൽ നമ്മളൊരു വിസിറ്റ് വിസ എടുത്ത് പോയി, ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് പല സ്ഥലങ്ങളിലേക്കും അങ്ങനെ പോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ PR എടുക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനോട് എന്താ പറയുന്നത്? ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള വിസകളിൽ, ഏറ്റവും വിസിറ്റ് വിസകളിൽ ഒന്ന് അമേരിക്കയുടെയും അതിനുശേഷം കാനഡയുടെയും പറയാം. അത് സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് കൊടുക്കുന്ന വിസയല്ല. നമുക്ക് നല്ല ട്രാവൽ ഹിസ്റ്ററി വേണം. ഇനി ഇപ്പോൾ അത് കുറച്ച് ഈസി ആയി വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മിസ്റ്റർ എബിൻ്റെ ഒരു റിലേറ്റീവ് കാനഡയിൽ ഒരു 10 ഇയറും കൊണ്ടല്ലേ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ട്. അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ എബിൻ്റെ ഒരു കാര്യവും നോക്കില്ല, മിസ്റ്റർ എബിനെ അവർ വിസ തന്ന് സ്വീകരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫൈലുള്ള ഒരാൾ, സാധാരണ നാട്ടിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്, ഒരു അക്കൗണ്ടൻ്റ് ആണ്, ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു സാധാരണ പ്രൊഫൈലുള്ള ഒരാൾക്ക് ദുബായ് ഈ പറയുന്ന വിസിറ്റ് വിസ കൊടുക്കുന്ന പോലെ കൊടുക്കില്ല. ഇനി കിട്ടിയാൽ തന്നെ കാനഡയിൽ അവർക്ക് എത്താം. 2025 വരെ ഗവൺമെൻറ് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവർക്ക് LMIA അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് അവർ ഈ പറയുന്ന അവിടെ ജോലിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇവർ നാട്ടിൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഈ വർക്ക് പെർമിറ്റിലോട്ട് വിസിറ്റ് നിന്ന് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്
എല്ലാവർക്കും വിസിറ്റ് എടുത്ത് കാനഡയിൽ അവർ ദുബായിൽ പോകുന്ന പോലെ കമ്പനിയിലേക്കുള്ളിൽ CV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് ഒരിക്കലും അങ്ങനെയല്ല. ഒരു സ്ഥാപനത്തിൽ വിസിറ്റ് വിസയിൽ പോകുന്നവരെ നേരിട്ട് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കില്ല, അത് ഇല്ലീഗലാണ്. നമ്മൾ അവിടെ എത്തിയ ശേഷം റെഫറൻസ് മുഖേനയോ ഞാൻ മുമ്പേ പറഞ്ഞു റിലേറ്റീവ് അവിടെ ഉണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ നമുക്കൊരു റെഫറൻസ് തരികയാണ്, ഒരു കമ്പനിയിൽ നമുക്ക് വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. ഇത് ഹൈലി പെയ്ഡാണ്. നമ്മളതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ കാനഡയിലുള്ള ഒരാൾ ഇത് കേൾക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടെ. ഏകദേശം ഒരു LMIA കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിന് ഏത് വർക്ക് പെർമിറ്റ്, ഇവൻ ഫാം ജോലി, വർക്ക് പെർമിറ്റിന്, അതായത് ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് അപ്രൂവ് W1 വർക്ക് പെർമിറ്റ് എന്നാണ് ഇതിന് പറയുക. ഓക്കെ, അപ്പോൾ ഈ പെർമിറ്റ് കാനഡയിൽ ഇപ്പോൾ ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നു, എനിക്ക് കാനഡയിൽ ആളെ കിട്ടില്ലെന്ന് ഗവൺമെൻറ്റിനോട് പറയുന്നു, അവരത് വെരിഫിക്കേഷൻ, കാരണം ഞാൻ ഇൻ്റർവ്യൂ നടത്തി എനിക്ക് ആളെ കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, നമ്മളിപ്പോൾ ഒരു കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്, അവിടെ ഒരു കോട്ടയം മീൻകറി വെക്കാൻ ഒരാളെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് എടുക്കാം, പക്ഷേ ഞാൻ ആദ്യം നോക്കണം അവിടെ. ഇതാണ് ഇതിൻ്റെ LMIA പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ESDC എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഇല്ലീഗലായിട്ട് എടുക്കുന്നവരും ഉണ്ടാവാം, നമ്മൾ ലീഗൽ പാർട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പെർമിറ്റ് ഒരു എംപ്ലോയർ അവിടെ നിന്ന് വിസിറ്റിൽ വന്ന ഒരാളാണോ ഇന്ത്യയിലുള്ള ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ മിനിമം ഏറ്റവും കുറഞ്ഞൊരു ഇൻഫ്ലുവൻസ് ചെയ്താൽ പോലും, അതായത് നമുക്ക് പരിചയമുള്ള ഒരു എംപ്ലോയറോ ഒരു കൺസൾട്ടൻറ്റോ ആണെങ്കിൽ പോലും ഏകദേശം അവർ $20,000 മുതൽ $60,000 വരെ ചിലവാക്കേണ്ടി വരും. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് കാനഡയിൽ എന്തായാലും എബിൻ ജോസിൻ്റെ അവിടെ മറ്റേ ഇതുണ്ടാവും, വ്യൂവേഴ്സ് ഉണ്ടാവും, നിങ്ങൾ അവർ കമൻറ്റ് ചെയ്തോളും. ഇത് റിയാലിറ്റി ഇതാണ്. ഞാൻ പറഞ്ഞ ഇത്രയും ഭീകര എമൗണ്ട് പറയാൻ കാര്യം ഇതിനു വേണ്ടി ചാടി പുറപ്പെടുന്നിട്ട് ഈ ദുബായിലും ചില ഏജൻസികളൊക്കെ, ഈ ഛത്തീസ്ഗഡിലൊക്കെ കുറച്ച് ഈ പഞ്ചാബ് ബേസ്ഡ് ഏജൻസിയൊക്കെ ആ പാവപ്പെട്ടവരിൽ നിന്ന് 10,000 15,000 വാങ്ങിയിട്ട് ഞങ്ങൾ വിസ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലും എൻ്റെ വാട്സാപ്പിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഇങ്ങനെയൊന്നാണ്, സാധ്യമല്ല. വിസിറ്റ് വിസയോ പെട്ടെന്ന് ഒരു ജോലിയോ കിട്ടില്ല. കാനഡ ഇമിഗ്രേഷൻ ഇച്ചിരിയൊക്കെ ടഫാണ്. ഓക്കെ, ഇനിയിപ്പം LMI എടുത്ത് ഒരാൾ പോയി, $22,000 അല്ലെങ്കിൽ $30,000 മുടക്കി ഒരാൾ അവിടെ പോയി. ഇപ്പം ഞാൻ പോയി, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് 1 വർഷം വർക്ക് ചെയ്തു. ഈ LMI എന്ന് പറഞ്ഞ 1 വർഷത്തേക്കിനാണ് 1 to 2 year മാക്സിമം കിട്ടും. മാക്സിമം 2 years. അപ്പോൾ ഞാൻ അവിടെ ചെന്ന അന്നേരം ഇപ്പം ഞാനിപ്പം അജുവിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ചില ഓഫീസ് വർക്കിന് കിട്ടത്തില്ല, ഏതെങ്കിലും ഒരു ജോലി എന്ന് വെക്കാം. എക്സാമ്പിൾ ഈ LMIയുടെ കുഴപ്പമുണ്ട്, ചില കിട്ടുന്നത് ഈ ഫാം വർക്ക്, സെയിൽസ്, സൂപ്പർവൈസ്, ഇങ്ങനെയുള്ള പോസ്റ്റിലെ LMI ട്രക്ക് ഡ്രൈവർ LMI ഉള്ളൂ. പക്ഷെ അങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ പേപ്പറേ ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ LMI പല കാറ്റഗറി ഉണ്ട്. IT ഫീൽഡ് അങ്ങനെ കിട്ടാറുണ്ട്, എല്ലാ മേഖലയും ഇല്ലെന്നേ ഉള്ളൂ. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില മേഖലയിൽ ഇല്ല, ചില മേഖലയിൽ ഉണ്ട്. ഓക്കെ, അതിന് ഓഫീസ് ജോലി കിട്ടത്തില്ലെന്നല്ല, കിട്ടും. IT കാർ കിട്ടാറുണ്ട്, ട്രക്ക് ഡ്രൈവേഴ്സിന് കിട്ടാറുണ്ട്, ഹോം കെയറിന് കിട്ടാറുണ്ട്, കെയർ ഹോമുകൾ കിട്ടാറുണ്ട്, ഫാം ജോലി കിട്ടാറുണ്ട്, കുക്ക്, ഷെഫ്, ഇങ്ങനെയൊക്കെയാണ് LMI കിട്ടുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാനഡയ്ക്ക് ഇവിടെ നിന്ന് ഒരു +2 കഴിഞ്ഞ് അത്യാവശ്യം IELTS സ്കോറൊക്കെ എടുത്ത് അവിടെ പോയി 2 കൊല്ലം പഠിച്ചവർക്ക് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു 30% PR കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില ഡൊമൈനിലുള്ള ആളുകൾക്ക് മാത്രമേ, അതായത് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു ജോലി തരാമെങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളുടെ ഡൊമൈനിൽപ്പെട്ട ആർക്കെങ്കിലും ഗവൺമെൻറ് PR കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള LMIA മാത്രമേ വാങ്ങിക്കാവൂ. അല്ലെങ്കിൽ ഈ 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാണല്ലോ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ പബ്ലിക് ഡൊമൈനിലൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലേ, തീർച്ചയായും നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ഇമിഗ്രേഷൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് അതിന് വേണ്ടി തിരുവനന്തപുരം നാലാഞ്ചിറ ഇവാനിയോസ് കോളേജിൻ്റെ അടുത്തായിട്ട് കൊല്ലത്ത് ഓഫീസുണ്ട്, പോളയത്തോട്. കോട്ടയം നമ്മുടെ ഈ ഓഫീസ്, പിന്നെ പോളയത്തോടുള്ള ഓഫീസ്. എറണാകുളത്ത് മെട്രോപോളിറ്റൻ 477 കട്ടപ്പന നമ്മുടെ ടൗണിൽ തന്നെ നമുക്ക് ഓഫീസുണ്ട്. തൃശ്ശൂരുണ്ട്, കാലിക്കറ്റിലുണ്ട്, ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്, ഈവൻ കാനഡയിൽ ഒൻറ്റാരിയോ ലീഗൽ ഓഫീസ്. ഇത്രയും ഓഫീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കാനഡയെ പറ്റി ഒരു ഡൗട്ടുണ്ട്, അതെന്ത് വായിക്കോട്ടെ. ഇപ്പോൾ ജോലി, ഇപ്പോൾ ഒരാൾക്ക് ഓഫർ ലെറ്റർ കിട്ടും, ചില ആൾക്കാർക്ക് ചുമ്മാ ഓഫർ ലെറ്റർ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ഈ ഫോൺ വിളിക്കുമ്പോൾ ഒരു കുഴപ്പം, നിങ്ങൾക്ക് ചിലരൊക്കെ ഈ വാട്സാപ്പിൽ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും, ഇതിനെപ്പറ്റി പറയും. അപ്പം നമ്മൾ എന്ത് പറയാൻ, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വരിക, എല്ലാവിധ സംവിധാനങ്ങളും നിങ്ങൾക്ക് കൗൺസിലിങ്ങിനായിട്ട് ഒരുക്കി എക്സ്പെർട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരും. മിനിമം ഒരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വരണം. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഈ പറയുന്ന അഡ്വൈസ് ഏതിനെപ്പറ്റി
അത് ഇന്ന കാറ്റഗറി ഒന്നുമില്ല. ഇപ്പോൾ ജോലിയാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നേരിട്ടുള്ള PR ആണോ, സ്റ്റഡി പ്രോഗ്രാമാണോ, ഇപ്പോൾ ഏറ്റവും വന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ തീർച്ചയായും നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നോളൂ. നമ്മളതിനുള്ള സൗകര്യങ്ങൾ അപ്പോയിൻമെൻറ്റ് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗൂഗിൾ മീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച്, ഫോണിലൂടെ ചോദിക്കുക. ഈ പറഞ്ഞ കാര്യം ഒന്നും ചിലപ്പം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ്സോട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉള്ള ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ഒരു സീരിയസ് ക്ലയൻ്റ് ആണെന്ന് തോന്നും. അപ്പോൾ അവരോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മോസ്റ്റ് വെൽക്കം. ഇനി വേറൊരു കാര്യം, നമ്മൾ സ്റ്റഡി അബ്രോഡ് പോയി അത് കഴിഞ്ഞ് PR എടുത്തു, ഡയറക്റ്റ് PR എടുക്കുന്നു. ഡയറക്റ്റ് PR എടുക്കാനായിട്ട് എത്ര സമയം വരും? അതേപോലെ തന്നെ ഇതും സ്റ്റഡി അബ്രോഡ് പോകുന്നതായിട്ട് ഒരു ചെറിയ കമ്പാരിസൺ ഒന്ന് പറയുമോ? ഞാനൊരു ഈസി ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് PR ആണല്ലോ നമ്മുടെ രണ്ടിൻ്റെ ലക്ഷ്യം. PR ആണ്. സ്റ്റഡി അബ്രോഡ് PR എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷൻ എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മുടെ കയ്യിൽ ഒരു +2 കഴിഞ്ഞിട്ട് ഇപ്പം അറിയാമല്ലോ, ഇപ്പം കേരളത്തിൽ +2 കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും 60 above 70 to 60 ഇൻ ബിറ്റ്വീൻ 70 മാർക്കുണ്ട് ഈ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക്. അപ്പോൾ അക്കാഡമിക്കിൽ അവർ എലിജിബിളാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. അവർക്കൊരു IELTS അക്കാഡമിക്ക് 6 എടുക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഫൈനാൻഷ്യലി ഒരു ഈ പറയുന്ന 20 lakhs ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു 10 lakhs rupees ഡെപ്പോസിറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, അടുത്ത ഇന്ത്യക്ക് അവർക്ക് കാനഡയ്ക്ക് സ്റ്റഡി വിസയ്ക്ക് പോവാം. പക്ഷേ നേരിട്ടുള്ള PR എന്ന് പറയുന്നത് സ്കിൽഡ് ബേസ് ഇമിഗ്രേഷനാണ്. അവർ ചില ആളുകളെ മാത്രം ഇൻവൈറ്റ് ചെയ്യും. അതിനെ നമുക്ക് ഇൻവൈറ്റഡ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇൻവൈറ്റഡ് ഇമിഗ്രൻസ് എന്നാണ് നമ്മൾ അവരെ പറയാം. സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഈ +2 കഴിഞ്ഞ് ഡിപ്ലോമയോ ഡിഗ്രിയോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഫൈനാൻഷ്യലി സൗണ്ട് അതെടുത്ത് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മണി മൈൻഡിന് മനുഷ്യനാണിത്. നല്ല ഈ കോളേജിൽ ഈ പറയുന്ന ഈ 18 ലക്ഷം ഫീസ് അടയ്ക്കണമല്ലോ, 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. ഇതിന് ഫൈനാൻഷ്യലി സൗണ്ടായ യാതൊരു ഫാമിലിയോട് നമ്മൾ പറയുകയാണ് നിങ്ങളിത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ സ്റ്റഡി വിസ അല്ലെ സ്റ്റുഡൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ലോൺ എടുക്കണമെങ്കിൽ തന്നെ അവർക്ക് എലിജിബിൾ അല്ലെങ്കിൽ ലോൺ പോലും ബാങ്കുകൾ കൊടുക്കില്ല. അപ്പോൾ അത് ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷനാണ്. അവരുടെ വേറെ ഒരു കഴിവും നോക്കിയിട്ടല്ല അവർ ആ വിസ കൊടുത്തില്ല. അക്കാഡമിക് IELTS സ്കോർ വേണം, അക്കാഡമിക് 60%. വേറെ ഇപ്പോൾ എക്സ്ട്രാ ഓർഡിനറി അവർ അഡ്വാൻസ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ എക്സ്പീരിയൻസ് ലെറ്ററോ അല്ലെങ്കിൽ അവർ ഇന്നൊരു പ്രൊഫൈലാണെന്നുകൊണ്ട് മാത്രമല്ല അവർക്കത് കിട്ടുന്നത് ഒരു ഫൈനാൻഷ്യലി ബേസ്ഡ് ഇമിഗ്രേഷനാണ്. പക്ഷേ നേരിട്ടുള്ള PR സ്കിൽഡ് ബേസ്ഡ് ഇമിഗ്രേഷനാണ്. സ്കിൽഡ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇമിഗ്രേഷൻ അല്ലത്, നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനം. എങ്കിലും അതിന് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു കൺസൾട്ടൻറ്റിൻ്റെ സർവീസ് അതെല്ലാം കൂടെ ഒരു $1,000-2,000 ഇൻ ബിറ്റ്വീൻ $2,000 GST ഉൾപ്പെടെ ആവും. അതുപോലെ തന്നെ അവരുടെ IELTS എക്സാം, അവരുടെ ECA അറ്റസ്റ്റേഷൻ പ്രോസസ്സ് ഉണ്ട്. EC എന്നതിന് പറയാം, എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ്. അതിൻ്റെ ഉള്ള പ്രൊസീജിയർ, IELTS എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, അവരുടെ ഫീസ് ഇതെല്ലാം കൂടെ ഏകദേശം ഒരു ഡോളറിൽ പറഞ്ഞാൽ ഒരു $6,000 ഒരു അല്ലെങ്കിൽ ഒരു $7,000 ഇന്ത്യൻ മണി ഒരു 4 lakhs അവർക്ക് ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർക്ക് എക്സ്പെൻസ് ഇപ്പോൾ വരുന്നുണ്ട്. എക്സ്പെൻസിൻ്റെ കേസിൽ വർഷം തോറും അത് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഒരു ഫുൾ ഫാമിലിക്ക് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ്പെൻസ് ഒരു 4 lakhs പേപ്പർ വർക്കും ഇതെല്ലാം കൂടെ ആവുന്നുണ്ട്. അത് പ്ലസ് ആവുന്നവരും ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഫാമിലി മെമ്പേഴ്സ്. ഇവർക്കും വേണോ എന്തെങ്കിലും ഒരു ഡിപ്പോസിറ്റ്? യെസ് ഞാൻ മുമ്പേ പറഞ്ഞ ഇപ്പോഴത്തെ GIC ഇറ്റ്സ് 10,000 to 20,000 പ്ലസ് ആണ് GIC എന്ന് പറയുന്നത്, ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ഫോർ ദ സ്റ്റുഡൻസ്. പക്ഷേ ഇവർക്ക് സെറ്റിൽമെന്റ് ഫണ്ടാണ്. ഏകദേശം അവരുടെ ഒരു ഗ്യാരണ്ടി പോലെ അവർക്കൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ജോലി കണ്ടെത്താനും കുട്ടികളെ പഠിപ്പിക്കുക, സെറ്റിൽമെന്റ് ആണ്, PR ആണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു ഫുൾ ഫാമിലിക്ക് അറൗണ്ട് ഒരു 12.5 lakhs അവർ ഡെപ്പോസിറ്റ് ആയിട്ട് അത് എക്സ്പെൻസിൽ കാൽക്കുലേറ്റ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ തന്നെ അക്കൗണ്ടിലാണ്, വേറെ ഒരു അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺ അക്കൗണ്ട് അതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. സോ ആ സമയത്ത് മതി. അല്ലെങ്കിൽ ഇതൊരു PR അപ്ലൈ ചെയ്യുന്നവർ ഇപ്പോഴേ 12 lakhs അറേഞ്ച് ചെയ്യേണ്ട. ദ ഫൈനൽ സ്റ്റേജ് വിൽ സപ്പോർട്ട് ദ മാക്സിമം. ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും? PR ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്റ്റഡി വിസയിൽ പോകുന്ന ഒരാൾക്ക് PR കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5 years ആണ് നിലവിലെ ഒരു ഇമിഗ്രേഷൻ നിയമപ്രകാരം. അവർ 2 year കഴിയുമ്പോൾ ഗവൺമെൻറ് വരൂ മിസ്റ്റർ നിങ്ങൾക്ക് PR തരാം, അങ്ങനെ ഒരു പ്രൊസീജിയറേ അല്ല. ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ടൈം ആൻഡ് അവർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ഒത്തിരി പ്രൊസീജിയർ. വീണ്ടും അവർ IELTS എക്സാം എടുക്കണം. പല കുട്ടികൾക്ക് അറിഞ്ഞപ്പറ്റി അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇവിടുന്ന് ഒരു അക്കാഡമിക് IELTS എടുത്ത് സ്റ്റഡി വിസ കിട്ടിയ കുട്ടികൾ അവിടെ എത്തി ജോലി എക്സ്പീരിയൻസ് നേടി ശേഷം ജനറൽ IELTS വീണ്ടും അവർ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഓൾറെഡി അവരുടെ അക്കാഡമിക് IELTS എക്സ്പയർ ആയിരിക്കും.
അപ്പം അങ്ങനെ പല പ്രൊസീജിയറും ചെയ്ത് അവർ ഓൾമോസ്റ്റ് 5 ഇയർ എടുത്തിട്ടേ ഈ PR എന്ന സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നാട്ടിലിപ്പോൾ ആയിരിക്കുന്ന പ്രൊഫഷണൽ, അവരിപ്പോൾ നാട്ടിലോ വിദേശത്ത് എവിടെയോ ആയിരുന്നാൽ കാനഡയിൽ എന്നൊരു രാജ്യത്ത് പോകണമെങ്കിൽ അവർക്ക് നേരിട്ട് PR അപ്ലൈ ചെയ്യാം. ആ PR അപ്ലൈ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഏറ്റവും കുറഞ്ഞ സമയം 1 ഇയറും മാക്സിമം 3 ഇയറും ഇതിനു വേണ്ടി മാറ്റി വെച്ച ശേഷം അവർക്ക് ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല. സ്റ്റഡിയെ പോലെ അവർ ഞാൻ മുമ്പേ പറഞ്ഞൊരു എമൗണ്ടിൽ അവർക്ക് ഫൈനാൻഷ്യൽ ബേസിൽ അത്രയും ചിലവാകും. അതേപോലെ തന്നെ ഈ സ്കിൽ ബേസ്ഡ് PR കുറിച്ച് പറഞ്ഞപ്പോഴത്തേന് അജു ഒരു കാര്യം പറഞ്ഞിരുന്നു, സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേന് തന്നെ ക്രീം ആയിരിക്കും അവർ നോക്കുന്നത്. ഏത് പ്രൊഫഷനായിരിക്കും ഏറ്റവും ഡിമാൻഡ് ഉള്ളത്? ഇപ്പം മിസ്റ്റർ എബിൻ എന്നോട് സംസാരിച്ചിരിക്കുന്നത് ഈ ദിവസം 7 ഫെബ്രുവരിയാണ് അല്ലേ? 7 ഫെബ്രുവരി ഇന്നലെ രാത്രിയിൽ ഒരു ഡ്രോ നടന്നിരുന്നു, ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ നടന്നിരുന്നു. ഞങ്ങളൊരു സ്പെഷ്യലാണത്. ഏകദേശം 100 കണക്കിന് ആളുകളെ ആംസ്റ്റർഡം തന്നെ എന്ന് അവർ വിളിച്ചിട്ടുണ്ട്. അത് നാളെ ഞാൻ എബിന് റിവീൽ ചെയ്ത് അയച്ചു. ഞങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ ഞങ്ങളുടെ ലീഗൽ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ഇന്ന് അത് നമുക്ക് നാളെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിയ ശേഷം ഞാൻ എത്ര കിട്ടിയെന്ന് ഞാൻ അറിയിക്കാം. ഞങ്ങളുടെ പബ്ലിക് ഡൊമൈനിലും നമ്മളത് ഞങ്ങളുടെ എല്ലാ മീഡിയയിലും ഞങ്ങളത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ വിളിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പം ഈ 100 പേരെന്ന് പറയുന്നത് വിത്ത് 2-3 വെച്ച് കൂട്ടിയാൽ 10-300 പേരെ ഓൾറെഡി നമ്മൾ ഇന്നത്തെ ഈ രാത്രിയിൽ ഞങ്ങൾ വഴി വിളിച്ചിട്ടുണ്ട്. അത് വിത്ത് കുട്ടികൾ, സ്പൗസ് എല്ലാം കൂടെ. അപ്പോൾ ഏകദേശം ഒരു പറയുന്ന ഹെൽത്ത് കെയർ ആണ് ഏറ്റവും ഡിമാൻഡുള്ളത്. അതേയോടൊപ്പം തന്നെ ഡിമാൻഡുള്ള കാറ്റഗറിയാണ് STEM. STEM മീൻസ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സെക്ടറിൽ വരുന്ന ആളുകളെയാണ്. ഹെൽത്ത് കെയറിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് കാനഡ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നയമായ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ കാനഡയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതിൻ്റെ പോളിസി പോകുന്നത് 2024 to 2025-26 വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആ ഫ്ലോ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെറും ഒരു BCom വെച്ച് അല്ലെങ്കിൽ വെറും ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ഡിഗ്രി BA ഉണ്ട്, BA മലയാളം ഉണ്ട് എന്നാൽ പിന്നെ കാനഡയിൽ പോകാം. ഞാൻ അതിനൊന്നും തെറ്റായ ഡിഗ്രി എന്നല്ല, നമ്മുടെ ഈ പ്രൊഫഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്കത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു പലരോടും നമ്മൾ നോ പറയും. ആ നോ പറയുന്ന ചില കാറ്റഗറി ഉണ്ട്. അത് ഹെൽത്ത് കെയർ STEM അല്ലാത്തവരോട് ഞാൻ പൊതുവേ പറയുക നോ തന്നെ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡൻറ് വിസ നോക്കാം. അത് മെയിൻലി ബിക്കോസ് കാനഡയിൽ അതിന് ഡിമാൻഡ് ഇല്ല. മറ്റു പലയിടത്തും ചിലപ്പോൾ ഡിമാൻഡ് ഉണ്ടായി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്. ഇവരെ അങ്ങോട്ട് വിളിക്കില്ല. ഇന്ത്യയിലെ ഈ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ ഇതുവരെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പ്രൊവിൻഷ്യൽ നോമിനേഷനോ കാറ്റഗറിയോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് അധികം ആളുകൾ അധികം പോയിട്ടുള്ളവരുണ്ട്, അധികം ആളുകൾ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ PR തന്നെ. പിന്നെ അജു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാനഡയ്ക്കുള്ള PR ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ജിസ്റ്റ് ഒന്ന് പറയും. കാനഡയിലേക്ക് പ്രൊഫഷണൽസിനെയാണ് ആവശ്യം. അത് ഞാൻ മുമ്പേ പറഞ്ഞു ഹെൽത്ത് കെയർ ആൻഡ് STEM. ഹെൽത്ത് കെയറിൽ നമുക്ക് ഡെന്റിസ്റ്റ്, MBBS, അതുപോലെ ഫാർമസിസ്റ്റ്, നഴ്സസ്, ഓഫ് കോഴ്സ് നഴ്സസ്, അതേപോലുള്ള ഹെൽത്ത് കെയറിൽപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഹെൽത്ത് കെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മാത്രം കാര്യമില്ല, മിനിമം അവർക്കൊരു 2 ഇയർ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ IELTS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള മൈൻഡ്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന ഒരു ഏജ് നമുക്ക് നോക്കുകയാണെങ്കിൽ പല കാറ്റഗറിയിൽ വ്യത്യാസമാണ്. മാക്സിമം ഒരു 26 വയസ്സ് മുതൽ അല്ലെങ്കിൽ 25 മുതൽ ഒരു 35 വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതുവരെയുള്ള 38 വരെ നമുക്ക് ഈ റീസെൻ്റ്ലി ഇൻവിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ മാക്സിമം 35 വരെ ഇപ്പോൾ വെക്കാം. ഇങ്ങനെയുള്ള ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഈ പറയുന്ന STEM സയൻസ്, ടെക്നോളജി, ഇപ്പോൾ സയൻസിൽ റിസർച്ച് പ്രൊഫഷണൽ സയൻറ്റിസ്റ്റുകൾ ഏർക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ടെക്നോളജി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ ഓൾ എഞ്ചിനീയറിംഗ്, അതേപോലെ IT അതിനകത്ത് വരുന്നതാണ്. അതുപോലെ നമ്മൾ മാത്തമാറ്റിക്സിലും മാനേജ്മെൻറ്റിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഈ പറയുന്ന നേരിട്ടുള്ള PR അപ്ലൈ ചെയ്യാം. അതിന് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിൻ്റെ പേര് എക്സ്പ്രസ് എൻട്രി എന്ന സിസ്റ്റമാണ്. ഇത് കാനഡയിൽ പഠിക്കാൻ പോയവർക്കും ഇതേ വഴി തന്നെയാണ്, ഇവിടെയുള്ളവർക്കും ഈ എക്സ്പ്രസ് എൻട്രി വഴിയാണ്. അപ്പോൾ അവരെ സ്വീകരിക്കുന്ന നയത്തിൽ ഇവിടെയുള്ളവർക്ക് പ്രൊവിൻഷ്യൽ നോമിനേഷന് സാധ്യത കൂടുതലുണ്ട്, കാറ്റഗറി ബേസിന് സാധ്യത കൂടുതലുണ്ട്. കാനഡയിൽ പഠിക്കാൻ പോയവർക്ക് പോയിന്റ് ബേസിൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എന്ന പ്രോഗ്രാമിലൂടെ കുറച്ചുകൂടെ അഡ്വാൻസ് പോയിന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഇച്ചിരി വ്യത്യാസം വരുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഒരു മേഖലയിൽ വരുന്ന ആർക്കും ഗവൺമെൻറ് ഓഫ് കാനഡ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഈ പറയുന്ന ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പ്രൊഫഷണലി എക്സ്പീരിയൻസ് ആയ ഈ ഇൻവൈറ്റഡ് ഇമിഗ്രേഷനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോഴേ ഈ PR നമ്മളെടുത്തു, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടൈം പ്ലസ് മണി, ഓൾമോസ്റ്റ് 5 ഇയേഴ്സ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എഡ്യൂക്കേഷനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ.
അതല്ലാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 3 years ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ടൈം. പിന്നെ മണി ആണെങ്കിലും സംവെയർ ബിറ്റ്വീൻ 12 lakhs അല്ലെന്നുണ്ടെങ്കിൽ 30 lakhs ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് PR എടുക്കുന്നതുകൊണ്ട് എന്താണ് ശരിക്കുള്ള ഒരു കാര്യം? അത് ഈ കാനഡ പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളതാണോ, അതിൽ ഉപരി എന്തെങ്കിലും ആണോ? 2 തരത്തിലതിനെ പറയാം. ഒന്ന്, ആവേശം കൊണ്ട് കുടിയേറുന്നവരുണ്ട്. അത് സ്റ്റഡി വിസയിലും PR-ലും ഉള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് ആ രാജ്യത്തിൻ്റെ ഈ PR നയങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളോ ഒന്നും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിയ ശേഷം നോക്കും, അവർ പിന്നെ കമ്പയർ ചെയ്യുന്നത് നാടുമായിട്ടും ദുബായിയുമായിട്ടും ഒക്കെയാണ്. അപ്പോൾ ഈ PR-ൻ്റെ പിന്നെ അതുപോലെ മെഡിക്കൽ സെക്ടറൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ നെഗറ്റീവ് ഉണ്ട്. ആ സിസ്റ്റം അങ്ങനെയാണ്. അതിന് നമുക്കായിട്ട് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലതിനൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 months ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഹെൽത്ത് കെയറിൽ അപ്പം ഇതൊക്കെ ഫ്രീ സർവീസിൽ പെടുന്നതാണെങ്കിൽ പോലും സംടൈംസ് അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. അല്ലെങ്കിൽ അവരിപ്പോൾ ദുബായിയെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികളില്ല, ഈ പറയുന്ന തണുപ്പിൻ്റെ ചില കാര്യങ്ങൾ, ഇതൊക്കെ ഒരു നെഗറ്റീവ് എന്ന നിലയിൽ പബ്ലിസിറ്റി ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടെ ചെന്ന ആളുകൾ അത് അനുഭവിക്കുന്നതുകൊണ്ട് പിന്നെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയും വന്നവരുണ്ട്. സ്റ്റഡി വിസയിൽ പോയവരും PR കിട്ടിയവരും ഇതൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും കാനഡ കുടിയേറ്റത്തിൻ്റെ മലയാളിയുടെ ചരിത്രം 50 വർഷത്തിന് മുകളിലാണ്. അതിൽ 2ാമത്തെയും 3ാമത്തെയും തലമുറ ഇന്ന് അവിടെയുണ്ട്. അപ്പോൾ UAE പോലെ തന്നെയാണ് ഒരു സമയത്ത് കാനഡയിൽ, ഇപ്പോഴും കാനഡ. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി ഒരു പ്ലാൻ ചെയ്ത് 1-2 വർഷത്തെ സ്ട്രഗിൾ സീരിയസ് ആയിട്ട് എടുത്ത് സെറ്റിലായിട്ടുള്ള 100 കണക്കിന് പ്രൊഫൈൽ മിസ്റ്റർ എബി ജോസിന് ഇതിൽ കാണാം. ഇത് ആക്ച്വലി ഞങ്ങളുടെ എല്ലാ വർഷവും ഞങ്ങളിത് പുതുക്കാറുണ്ട്. ഇത് പോകാനിരിക്കുന്നവരുടെയും അതുപോലെ പോയി സെറ്റിലായവരെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. എല്ലാവരെയും ഇല്ല. എന്നാൽ ഇത് തന്നെ ഒന്ന് വെയിറ്റ് നോക്കിക്കും. ഏകദേശം ഒരു 3000-ഓളം ഫാമിലീസിൻ്റെ ഒരു ഹിസ്റ്ററി ബുക്കിൽ ഞങ്ങൾ എല്ലാ ബ്രാഞ്ചിലും ഇതുണ്ടാവും. ഇതാണ് നമ്മുടെ CEO, ആക്ച്വലി ആംഷൻ്റെ CEO ആണ് പാർവതി ആംഷ്. അദ്ദേഹത്തെ നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയാം, നമ്മുടെ ബ്രെയിൻ എന്ന് പറയാം. സോ നമുക്കിതിനകത്ത് ഓൾമോസ്റ്റ് ഈ റീസെൻ്റ്ലി വന്ന ആളുകളൊക്കെ നമ്മളുടെ അകത്ത് ഇത് ഞങ്ങളുടെ ആംഷ് വരുന്ന എല്ലാവരും ഈ ബുക്ക് ചോദിക്കാൻ പറയുക, നമ്മൾ കൊടുത്തിരിക്കും. ഇത് അവർക്കൊരു മോട്ടിവേഷനാണ്. അവർക്ക് ഈ പറയുന്ന അവരുടെ പ്രൊഫൈലിൽപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം. ഒരു നേഴ്സ്, ഡോക്ടർ, എൻജിനീയറിങ്, IT, മാനേജ്മെൻറ്റ്, ഈ പറയുന്ന ഇപ്പം ഒരു സ്റ്റഡി വിസ. അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റും. ഉദാഹരണം ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചാൽ, ഇതൊരു സ്റ്റുഡൻറ്റ് വിസയിൽ ഫാമിലി ആയിട്ട് പോയവരാണ് ഈ ജാനുവരി ഇൻടേക്കിലേക്ക്. ഞാൻ സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്നോ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ കുറച്ച് മാത്രമായിരിക്കും നമ്മൾ ഒരു വർഷം ചെയ്യുക. ഈ മേഡം ആക്ച്വലി അഞ്ജു എന്ന മാനേജർ പ്രൊജക്ട് മാനേജ്മെൻറ്റിന് വേണ്ടി പോയതാണ്. അദ്ദേഹത്തിന് 34 ആണ് ഏജ്. ഒരു ബാങ്കിൽ ഇത് സ്റ്റഡി വിസ വിത്ത് ഫാമിലി ആയിട്ട് പോയി. ഇവർക്ക് കംപ്ലീറ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അവരെ റെക്കമെൻഡ് ചെയ്യൂ. ഇദ്ദേഹത്തൊക്കെ പോയാൽ അവിടെ ജോലി കിട്ടാൻ ഒരു പാടില്ല. നമ്മളത് അവർക്ക് സഹകരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കാനഡയിൽ പോയുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ റെസിഡൻസി കിട്ടുന്നത് തന്നെയാണ്. അത് ബെനിഫിറ്റ്സ് 2 തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ വർക്ക് പെർമിറ്റിൽ പോയ ആളുകൾക്ക് അവിടെ നിന്ന് ഒരിക്കലും സിറ്റിസണിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഗവൺമെൻറ് ജോലികൾ കണ്ടെത്താൻ സാധിക്കില്ല. അവിടുത്തെ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് കിട്ടില്ല, സ്റ്റഡി വിസയിൽ നിന്നുകൊണ്ട് കിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യം കൂടെ ആ രാജ്യത്ത് ജീവിക്കാനുള്ള, അതായത് ഈ ഒരു നെഗറ്റീവ് ഇത്രയേ ഉള്ളൂ, ഈ വോട്ട് ചെയ്യാനുള്ള റൈറ്റും ഗവൺമെൻറ് ജോലി ഇല്ലാത്ത ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും PR-ൽ കിട്ടുന്നുണ്ട്. അവിടുത്തെ ഒരു കനേഡിയൻ സിറ്റിസണിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും. വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെന്റ് ജോലി കിട്ടില്ല. ഞാനിപ്പോൾ സ്റ്റഡി വിസയെ പറ്റിയല്ല, PR-ൻ്റെ ബെനിഫിറ്റ് ആണ്. ഈ 2 ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പെർമനന്റ് റെസിഡൻസിയിലൂടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമായി പോകുന്ന അല്ലെങ്കിൽ PR ആയിട്ട് പോകുന്നവരുടെ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ഒരു 2 year ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും 2 തരത്തിലാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടുന്ന് ഈ പറയുന്ന 100 കണക്കിന് ആളുകളാണ് PR എടുത്ത് കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇവർക്ക് അവിടുത്തെ സെറ്റിൽമെൻറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിൻ്റെ കൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു പോസ്റ്റ് ലാൻഡിംഗ് ടീമിന് ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് കാനഡ ഒരു CICC രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ കമ്പനിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന ഞങ്ങൾക്കൊരു PR അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഉടനെ തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ പോസ്റ്റ് ലാൻഡിംഗ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി പ്രോസസ്സിംഗ് സമയത്ത് നമ്മൾ അവർക്ക് അവരുടെ ലാൻഡിംഗ് സർവീസോട് ആരംഭിക്കും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഗവൺമെൻറ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെ ലാൻഡ് ചെയ്യണം, എങ്ങനെ അവിടെ ഈ ഒരു ജോലി കണ്ടെത്താം, എങ്ങനെ പിള്ളേരെ സ്കൂള് അല്ലെങ്കിൽ ബാക്കി ബെനിഫിറ്റ്സ്, SIN കാർഡ്, പെർമനന്റ് റെസിഡൻസി കാർഡ്, ഇതെങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഒരു പീസ്ഫുൾ ലാൻഡിംഗ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള IRCC ലൈസൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻ്റ് എല്ലാം ചെയ്യുന്ന സേവനങ്ങൾ ഇതായിരിക്കും. അപ്പം ഞാൻ ഈ നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ആംസ്റ്റർഡാമിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഇവിടെ 2 മണിക്കൂർ
എലിജിബിൾ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവിനോട് സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് ഇവരുടെ കയ്യെ പിടിച്ചങ്ങ് പോവുക. പക്ഷേ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം നാച്ചുറലി ഞാൻ ഉൾപ്പെടുന്ന ഈ PR-ന് താല്പര്യമുള്ള ആരാണേലും മനസ്സിൽ ചിന്തിക്കും, വൈ ആംസ്റ്റർ? നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എബിൻ ജോസ് കണ്ട പോലെ തന്നെ ഇപ്പം ഈ ഇത്രയും ആളുകൾ ഈ പറയുന്ന പെർമനൻറ്റ് റെസിഡൻസിയോടുകൂടി കാനഡയിലേക്ക് മൂവ് ചെയ്യുക. സ്റ്റഡി വിസയ്ക്ക് നമുക്ക് ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഫൈനാൻഷ്യൽ ബേസ്ഡ് ആണ്. ഇതിന് എത്രയും എഫേർട്ട് എടുത്ത് ഓരോ കാൻഡിഡേറ്റിൻ്റെയും കൂടെ ഇരുന്ന് അവരെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന എലിജിബിളായ ആളുകളെ കാനഡയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ട് നൽകിയ എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഏത് കാറ്റഗറി, ഒരു കേരളത്തിലുള്ള 99% പ്രൊഫൈലും ആംസ്റ്റർ വന്നാൽ ഞങ്ങൾക്ക് അവർക്ക് പ്രൂഫ് കൊടുക്കാൻ സാധിക്കും, ഒരു റെഫറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അതിലുപരി തന്നെ ഇത് പബ്ലിക്കിനോട് സംസാരിക്കാൻ ആംസ്റ്റർ എന്ന സ്ഥാപനത്തിന് ഗവൺമെൻറ് ഓഫ് കാനഡ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ CICC അപ്രൂവൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് CICC? ഇത് ഗവൺമെൻറ് ഓഫ് കാനഡ അവർക്ക് വേണ്ടി സർവീസ് കൊടുക്കുന്ന എക്സ്റ്റേണൽ കമ്പനികളെ അവർ ഓതറൈസ്ഡ് ആണോ എന്ന് കണ്ടെത്താൻ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റാണ്. ഫൈൻഡ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്, കാണും അല്ലേ? ഇവിടെ നമ്മുടെ കമ്പനി, ഞാൻ കാനഡയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ഇവിടെ നമ്മൾ, എൻ്റെ കമ്പനി AMSTER ആംസ്റ്റർ സെർച്ച് ചെയ്യുമ്പോൾ നിലവിൽ എൻ്റെ അവിടുത്തെ കൺസൾട്ടൻറ്റിൻ്റെ പേര് മിസ്റ്റർ റാം ആണ് അവിടെ എനിക്ക് വേണ്ടി ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്ന കാനഡ ഓഫീസിൽ ലീഗൽ ഓഫീസറായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ കാനഡ ഓഫീസ് എവിടെയാണ് എന്ന് ആംസ്റ്റർ ഇമിഗ്രേഷൻ കാനഡ മിസിസാഗയിൽ ഞങ്ങൾക്ക് ഓഫീസ് അവിടെയുണ്ട്, നമുക്ക് ലീഗൽ ഫേം അവിടെയുണ്ട്, റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ ലീഗൽ ഓഫീസർ അവിടെയുണ്ട് ആംസ്റ്ററിന് വേണ്ടി. അപ്പോൾ ഇതൊരു ഓതറൈസേഷനാണ്. അപ്പം നമ്മൾ പറയുന്നതും ഈ പറയുന്ന ചെയ്തു കൊടുക്കുന്നതും ഗവൺമെൻറ് ഓഫ് കാനഡ എന്ത് ചെയ്യുന്നു അതിന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം. എടുത്ത് എപ്പോഴും പറയാറുള്ളൂ, ആംസ്റ്റർ കൊണ്ടുപോകുകയല്ല, ഗവൺമെൻറ്റാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതും അതിലുപരി ഈ വരുന്ന ഓരോ കാൻഡിഡേറ്റിൻ്റെയും മെറിറ്റ് തന്നെ 90% ഈ വരുന്ന ആളുകളുടെ പ്രൊഫൈൽ മെറിറ്റ് തന്നെയാണ് ഞങ്ങളുടെ സക്സസ്. 10% മാത്രമേ ഞങ്ങൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുള്ളൂ. പിന്നെ 90% അവരുടെ കണ്ടിനകത്താണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ അവരുടെ IELTS, അവരുടെ പണം, അവരുടെ സമയം, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ മനസ്സ്, അവർ ആംസ്റ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ സന്തോഷം, ഇതെല്ലാം ചേർന്നപ്പോഴാണ് ഓരോരുത്തർക്കും PR കിട്ടുന്നത്. പിന്നെ ആംസ്റ്ററിൻ്റെ ഗൈഡൻസ്. തീർച്ചയായും. താങ്ക് യു സോ മച്ച് അജു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഓരോ PR-ഉം ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ പേഴ്സണൽ അറ്റൻഷൻ വേണ്ടതാണ് അല്ലേ? അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരെ കോൺടാക്ട് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുത്ത് ഇവിടെ തന്നെ വരിക. ഇവിടെ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് വരണമെന്നില്ല, ഇവരുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോകാം. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം ബ്രാഞ്ചിലാണ്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവരുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അജു എന്നോട് പറഞ്ഞാണ് IELTS-ൻ്റെ പാക്കേജ് ഉണ്ട് ഇവർക്ക് ഇൻഹൗസ് ടീം ഉണ്ട്, അതിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ്, അഡ്രസ്സ് എല്ലാം തന്നെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിളിക്കുക, പോരുക. താങ്ക് യു സോ മച്ച്. ബൈ.